ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഒരു ഹാപ്പി സൺഡേ. ഡോറ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി സൺഡേ. അപ്പോൾ എല്ലാവരും ആണെങ്കിൽ സേഫായിട്ട് വീട്ടിൽ ഇരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിവിടെ ചിരിച്ച് കളിക്കുന്ന സമയത്ത് ഒരുപാട് പേര് കരയുന്നുണ്ട്, നമുക്കതറിയാം. അപ്പോൾ ഇന്നാണെങ്കിൽ ഒരു സൺഡേ ആയതുകൊണ്ട് സൺഡേ സ്പെഷ്യൽ എന്തായാലും നമുക്ക് ഉണ്ടാവുമല്ലോ. അപ്പം ഇന്ന് പപ്പായ്ക്കാണെങ്കിൽ ഭയങ്കര ആഗ്രഹം ബീഫ് വേണമെന്നുള്ളത്. പപ്പ എന്തായാലും പപ്പയുടെ കയ്യിലിരുന്ന കുറച്ച് പൈസ എൻ്റെ കയ്യിൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഇതേ ഉള്ള എൻ്റെ കയ്യിൽ, നീ ഇത് വെച്ചോ, എന്നിട്ടാണെങ്കിൽ ഇറച്ചി മേടിക്ക് ബാക്കിയും കൂടി ഇട്ടിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് പോയിട്ട് ബീഫ് ഒരു കിലോ ബീഫ് വാങ്ങിച്ചു. പിന്നെ ഇത് 300 എല്ല് മേടിച്ചു. നമ്മൾ ബീഫ് കറിക്കകത്ത് ഈ എല്ലും കൂടി ഇട്ടാൽ കറി വെക്കുന്നത്, എല്ല് കറി എന്ന് പറയും. അപ്പോൾ അതിനകത്ത് കുറച്ച് മീറ്റും കൂടെ വേണമല്ലോ, അതിന് വേണ്ടിയിട്ട്. അപ്പം ഇതെങ്ങനെ പോയാലും ഒരു 2 കിലോളം എല്ലുണ്ട്, 1 കിലോ ബീഫുണ്ട്. അപ്പോൾ ഇന്ന് 3 കിലോയുടെ ബീഫ് കറി വെക്കാൻ പോവാണ്. അതിൻ്റെ കൂടെ നമുക്കൊരു സ്പെഷ്യലുണ്ട്. സോമനച്ചൻ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത്, അതായത് നമ്മുടെ ഡോറയുടെ അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഭയങ്കര ആഗ്രഹമായിരുന്നു കഴിക്കണം എന്ന് കേട്ടോ. ഭയങ്കര ആഗ്രഹമുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് തൊട്ടേ ഞാൻ ഈ സാധനം എങ്ങനെയെങ്കിലും വാങ്ങിക്കണം എന്ന് പറഞ്ഞ് നടക്കുമായിരുന്നു. നമ്മുടെ ഇവിടെ പണ്ട് ഇത് ഫ്രീ ആയിട്ട് കിട്ടിക്കൊണ്ടിരുന്നത്, വെറുതെ വേസ്റ്റായിട്ട് എടുത്ത് കളഞ്ഞുകൊണ്ടിരുന്ന സാധനം കേട്ടോ. പക്ഷേ ഇപ്പോഴെന്ന് വെച്ചിട്ടുണ്ടല്ലോ ഭയങ്കര ഡിമാൻഡ്, അന്യായ ഡിമാൻഡ് ഈ ഒരു സാധനത്തിന്. എന്താ കാര്യം എന്നറിയത്തില്ല, ഭയങ്കര ഡിമാൻഡ്. അപ്പം ഇപ്പം പൈസക്കാട്ടോ ഇത് മേടിച്ചത്, 300 രൂപയാക്കി വില. ഞാൻ 2 കിലോ മേടിച്ച്. സംഗതി എന്താണെന്നറിയാമോ? ബോട്ടി അതായത് ബോട്ടിയാണ് ഇന്ന് മേടിച്ചിരിക്കുന്നത്. കുറേ നാളിന് ശേഷം, ഒത്തിരി നാളായി. ഇവിടെ പപ്പായ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടം, അതുപോലെ തന്നെ സോമനച്ചനും ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്തായാലും അച്ഛനിനി വരുന്ന സമയത്ത് ഇതുപോലെ കിട്ടുവാണെങ്കിൽ മേടിക്കുക. ഇന്ന് എന്തായാലും ചോദിച്ചപ്പോൾ അയാൾ അകത്തോട്ട് വിളിച്ച് ചോദിച്ചു ബോട്ടി ഉണ്ടോ എന്ന് വിളിച്ച് ചോദിച്ചപ്പോഴത്തെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ മേടിച്ചാണ് 300 1 കിലോയ്ക്ക് 2 കിലോ മേടിച്ചിട്ടാ. അപ്പോൾ 600 രൂപയായി. അപ്പം ഞങ്ങൾ ഇത് മേടിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ ആണെങ്കിൽ ഒരു 3-4 ദിവസത്തേക്ക് എടുക്കാം കേട്ടോ. ഇപ്പം ഇന്നാണെങ്കിൽ നമുക്ക് ബീഫ് കറി ഉണ്ട്. പിന്നെ നമ്മുടെ ഡോറയുടെ സ്പെഷ്യൽ ഇതേൻ്റെ പാവയ്ക്ക, എന്തുവാ വെക്കാൻ പോകുന്നത്? പാവയ്ക്ക മെഴുക്കുരട്ടിയാണ്. അപ്പം പാവയ്ക്കാൻ മെഴുക്കുരട്ടിയാണ് ഡോറ വെക്കാൻ പോകുന്നത്. ഞാനപ്പോൾ എന്ത് വിചാരിച്ചാൽ, പപ്പ ചോറ് വെച്ചപ്പോഴത്തെ കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ച് ബീഫ് കറിയും വെച്ച് അതുപോലെ തന്നെ ബോട്ടി കുറച്ചെടുത്ത് ഇന്ന് നമുക്കാണെങ്കിൽ റോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. റോസ്റ്റും ചെയ്യാമെന്ന് വിചാരിച്ചു. എന്താ മോന്ത ഒരുമാതിരി പോയത് അങ്ങനെ പറഞ്ഞപ്പോൾ ഇല്ലേ? കുഴപ്പമില്ല. അപ്പം ഇന്ന് ബോട്ടി റോസ്റ്റും അതുപോലെ തന്നെ മൊത്തം എടുക്കുന്നില്ല കേട്ടോ, കുറച്ച് എടുക്കുന്നുള്ളൂ. കുറച്ച് ബോട്ടി റോസ്റ്റും ഉണ്ടാക്കാം, ബീഫ് നമുക്ക് കറിയും വയ്ക്കാം. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് സ്പെഷ്യൽ ഇതാട്ടോ. നിങ്ങൾക്ക് എന്താ സ്പെഷ്യൽ എന്ന് കമൻറ്റ് ചെയ്യണം പ്രത്യേകം. അപ്പോൾ നമുക്കിനി കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ കൂട്ടുകാരെ, ഇതാണ്ടേ നമ്മുടെ ബീഫ് ആദ്യം നമുക്ക് കഴുകിയെടുക്കാം. നന്നായിട്ട് ബീഫൊന്ന് കഴുകിയെടുക്കാം. ബീഫ് ഇച്ചിരി കട്ടിയായിട്ടോ. ഞാൻ രാവിലെ വാങ്ങിച്ചിരുന്ന് ഫ്രീസറിൽ വെച്ചിരുന്ന എല്ല് കിട്ടാൻ ഇത്തിരി സമയം എടുത്തു. അപ്പോൾ ആ എല്ലും കൂടെ കിട്ടിയിട്ട് നമുക്ക് എല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ താഴെ നമ്മുടെ പോട്ടി ഇരിക്കൊണ്ട് പോട്ടി ഇനി മാറ്റട്ടെ. അതിന് മുകളിലോട്ട് വെച്ചില്ല. നമുക്ക് ബീഫ് നന്നായി കഴുകിയെടുക്കണം. നോക്കിയേ, നമ്മളങ്ങനെയാണെങ്കിൽ നമ്മുടെ ബീഫ് കറിക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ബോട്ടി കറിക്ക് വേണ്ടിയുള്ള സവാളയും പച്ചമുളകും ഇഞ്ചി എടുത്തിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഫ്ലേവർ കുറച്ച് കൂടുതൽ ഇഷ്ടം കേട്ടോ. അപ്പം ഞാൻ കുറച്ചധികം കൂടുതൽ കറികൾ ഇടാറുണ്ട്. പിന്നെ നമ്മളാണെങ്കിൽ സവാള ഈ രീതിയിലാണ് അരിയുന്നത്, കുനുകുന. എനിക്ക് ഇത്രയും സ്പീഡിൽ അരിയാൻ പറ്റുന്നതിൻ്റെ കാരണം വെച്ചാൽ ഞാൻ കുറേ നാൾ ഇതിന് പോയിരുന്നേ, അതായത് കാറ്ററിങ്ങിന് പോയിരുന്നേ കേട്ടോ. അപ്പം നമ്മൾ പാചകത്തിനൊക്കെ കുറേ അരിയാനും എടുക്കാനൊക്കെ ഉണ്ടാവും. ഇതൊന്നും അല്ലായിരുന്നു. പണ്ടത്തെ രീതിയിലാണെങ്കിൽ നല്ല സ്പീഡിലായിരുന്നു കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം ഇച്ചിരി സ്പീഡ് കുറഞ്ഞു. എങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ എന്തായാലും അരിയുന്നുണ്ട്. സവാള കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതയ്ക്കാനായിട്ട് എടുത്ത് വെച്ച് ഞാൻ ഈ കല്ലേലിട്ടാണ് ചതയ്ക്കുന്നത്. ഞാൻ ഈ ബാക്ക് ക്യാമിലാണ് വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്, അതുകൊണ്ട് എനിക്കൊന്നും കാണാൻ പറ്റിയില്ല കേട്ടോ. അതാണ് ഇത് ഇങ്ങനെ എൻ്റെ കൈ ഇടയ്ക്കിടയ്ക്ക് കയറി വരുന്നത്. ഞാൻ ഈ ഒരു കല്ലിനകത്തിട്ടാണ് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കുന്നത്. അത് എൻ്റെ കൈ ഇങ്ങനെ മറയും എന്നുള്ളത് ഞാൻ അറിഞ്ഞില്ല. അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇച്ചിരി അകന്ന് നിന്നേനെ. പക്ഷേ എന്ത് ചെയ്യാൻ, പണി കിട്ടിപ്പോയി. എന്തായാലും ഞാനിത് ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെ ഇടിക്കത്തില്ല കേട്ടോ. ഇത് വെച്ചിട്ട് ജസ്റ്റ് അമർത്തി കൊടുക്കുമ്പോൾ ഒരു ചെറിയ രീതിയിൽ അത് ചതഞ്ഞ് വരുമല്ലോ. പിന്നെ നമ്മുടെ ഈ കല്ല് വെച്ചിട്ട് ജസ്റ്റ് അതിനെ വന്നിട്ട് അതിനകത്ത് തന്നെ ഇട്ട് ഒന്ന് ഓട്ടിക്കുമ്പോഴത്തേക്ക് നന്നായിട്ടൊന്ന് ചതഞ്ഞ് വരും. ഇത് കണ്ടില്ലേ? ഇപ്പം ഞാൻ ഈ ചെയ്യുന്ന രീതിയിൽ അത് കറക്റ്റായിട്ട് കാണാൻ പറ്റാത്തത് ഇങ്ങനെ എൻ്റെ കൈ വന്നതുകൊണ്ട് ആ ഭാഗം ബ്ലറായി എൻ്റെ കൈ കൂടുതൽ ഫോക്കസ് ആയിരിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇനി വീഡിയോ എടുക്കുമ്പോൾ അതൊക്കെ ശ്രദ്ധിക്കാം. ഒന്ന് ക്ഷമിച്ചേക്ക്. എന്തായാലും നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരില്ലേ നിങ്ങളൊക്കെ, ഒന്ന് ക്ഷമിച്ചേക്ക് എന്തായാലും. അപ്പോൾ ഈ രീതിയിൽ ഞാൻ നന്നായിട്ട് ചതച്ചെടുക്കുന്നുണ്ട്. ഈ നന്നായിട്ട് നമ്മൾ ചതച്ചിട്ട് ഇടുന്ന സമയത്ത് ഈ ഇഞ്ചി വെളുത്തുള്ളി ഫ്ലേവർ എല്ലാം തന്നെ കറിയിലും മാംസത്തിലും നന്നായിട്ട് പിടിക്കും. നമ്മൾ അരിഞ്ഞിടുന്നതിനേക്കാളും നല്ലതായിട്ടോ ഈ ഇങ്ങനെ ചതച്ചിടുന്നത്. അതാകുമ്പോൾ അതിനകത്തുള്ള സത്തെല്ലാം പെട്ടെന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടും നല്ല ഉപകാരമായിരിക്കും ഇതുപോലെ ചതച്ചിടുകയാണെന്നുണ്ടെങ്കിൽ. എനിക്ക് ഇങ്ങനെ ചതയ്ക്കാനും ഭയങ്കര ഇഷ്ടമായിട്ടോ. ഈ രീതിയിൽ നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്.
അതിനുശേഷം ഞാനൊരു കുക്കർ വെച്ച് അതിനകത്തേക്ക് ആദ്യമേ സവാളയാണ് ഇടുന്നത്. ഞാൻ എപ്പോൾ കറി വെച്ചാലും ഞാനിതുപോലെ ലെയറായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അതാകുമ്പോഴത്തേക്ക് നന്നായിട്ട് എല്ലാം വെന്ത് മിക്സായി വരും അതിന് വേണ്ടിയിട്ട്. അപ്പം ആദ്യമേ നമ്മുടെ സവാള ഇട്ട് കൊടുത്തു. അതിനകത്തേക്ക് ഞാനാണെങ്കിൽ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അതിട്ട് കൊടുത്തതിന് ശേഷം ആ പാത്രം എടുത്ത് ആ കല്ലെടുത്ത് നമ്മുടെ പൈപ്പിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് അതെല്ലാം അലമ്പി വീണ്ടും അതിനകത്തോട്ട് തന്നെ ഒഴിക്കുക. ഇത് ശകലം വെള്ളം മതി. ബീഫ് കറിക്ക് നിങ്ങൾക്കറിയാമല്ലോ, ബീഫ് വെന്ത് വരുമ്പോഴത്തേക്ക് എന്തായാലും വെള്ളം ഉണ്ടാവും കൂടുതലായിട്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അധികം വെള്ളം കറിക്കകത്ത് ഒഴിക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ കറിയിൽ ഒരുപാട് വെള്ളമായി പോകും. ഇത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഈ കല്ലിനകത്ത് ഉള്ള ഈ വെള്ളം മാത്രമാണ് ഞാൻ ഒഴിക്കുന്നത്. എക്സ്ട്രാ വെള്ളം ഒന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല. ബാക്കിയുള്ള വെള്ളം മൊത്തം നമ്മുടെ ബീഫിനകത്ത് ഇറങ്ങുന്നതാണ്. ഞാനിത് ഇങ്ങനെ ചെയ്തതിന് ശേഷം അതിനകത്തോട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ ആണെങ്കിൽ മീറ്റ് മസാല, ഇത് ഇത്രയും ഇട്ട് കൊടുക്കും കേട്ടോ. പിന്നെ പച്ചമുളകും. തക്കാളി ഇടത്തില്ല, ഞങ്ങളിവിടെ അങ്ങനെ തക്കാളി അധികം ഉപയോഗിക്കാറില്ല, തക്കാളി അധികം മേടിക്കാറില്ല നമ്മളിവിടെ. അപ്പോൾ ഇത്രയും എടുത്തതിന് ശേഷം പിന്നെ അതിനകത്തോട്ട് ശകലം കുരുമുളകും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മസാലയെല്ലാം ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്കാണെങ്കിൽ ഇതിനകത്തേക്ക് ഇറച്ചി ഇട്ട് കൊടുക്കുക. ഇറച്ചി ഇട്ട് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കാം. മസാലയെല്ലാം ഇട്ട് കൊടുത്ത ശേഷം ആദ്യമേ നമ്മുടെ ആണെങ്കിൽ കാലിൻ്റെ ആ ഒരു ഭാഗം വെച്ച് അതിനകത്തേക്ക് നമ്മൾ എല്ലും ബീഫും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ ബീഫ് വേവിക്കുന്ന സമയത്ത് എപ്പോഴും കുറഞ്ഞതൊരു 5 വിസിലെങ്കിലും അടുപ്പിക്കും. കാരണം വെച്ചാൽ എനിക്ക് ബീഫ് എപ്പോഴും വെന്ത് നന്നായിട്ട് സോഫ്റ്റായിട്ട് വരണം. പിന്നെ നമ്മുടെ ഗബ്രൂട്ടനും കൂടെ കഴിക്കുന്നില്ല. ഇപ്പം ഗബ്രൂട്ടൻ കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ടാവാൻ പാടില്ല. നല്ല രീതിയിൽ ബീഫ് സോഫ്റ്റായിട്ട് നമ്മുടെ കൈ കൊണ്ട് പിടിക്കുമ്പോൾ തന്നെ ഇങ്ങനെ നൂല് പോലെ വരണം. എനിക്ക് അങ്ങനെ ഉണ്ടെങ്കിലേ ഇഷ്ടപ്പെടത്തുള്ളൂ. കാരണം എനിക്ക് അങ്ങനെയുള്ള ബീഫാണ് കഴിക്കാൻ കൂടുതൽ ഇഷ്ടം. എനിക്കതുകൊണ്ട് ഈ ബീഫ് ഫ്രൈ ആണെങ്കിൽ കഴിക്കാൻ എനിക്ക് അധികം താല്പര്യമില്ല. കാരണം ബീഫ് ഫ്രൈ എപ്പോഴും ഇച്ചിരി കട്ടിയായിരിക്കും. നമ്മളിങ്ങനെ ഇട്ട് ചവച്ച് വേണം കഴിക്കാനായിട്ട്. എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. എപ്പോഴും നല്ല സോഫ്റ്റായി നല്ല ജ്യൂസി ആയിട്ട് നമ്മളിങ്ങനെ കൈ കൊണ്ട് പിടിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഇറുത്ത് മാറുന്ന രീതിയിൽ വരണം. എനിക്കെങ്കിലേ ബീഫ് കറി എനിക്ക് ഇഷ്ടപ്പെടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ബീഫ് വേവിക്കുന്ന സമയത്ത് ഒരു 5 വിസിലെങ്കിലും മാക്സിമം ഞാൻ അടുപ്പിക്കാറുണ്ട്. നമ്മളിന്ന് ബീഫ് വേവിക്കാൻ പോകുന്ന ഇൻഫ്രാറെഡ് കുക്ക് ടോപ്പിലാട്ടോ. ഗ്യാസിനൊക്കെ ഭയങ്കര വിലയില്ല. അതൊക്കെ കൊണ്ടാണ് ഇവിടെ മാക്സിമം നമ്മൾ ഗ്യാസ് അധികം ഉപയോഗിക്കാറില്ല. കാരണം നമുക്കും ഗ്യാസ് വേണം, അതുപോലെ തന്നെ അമ്മയ്ക്കും ഒക്കെ ഗ്യാസ് വേണം. അമ്മയുടെ ഗ്യാസിലാണ് നമ്മൾ 2 കുറ്റി ഉള്ളതുകൊണ്ട് നമ്മൾ 1 കുറ്റി എടുക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെ ബുക്ക് ചെയ്താൽ ഉടനെ ഗ്യാസ് കിട്ടാത്തത് കൊണ്ട് ചില സമയത്ത് ഇവിടെ ഗ്യാസ് കാണും, ചിലപ്പോൾ അപ്പുറത്ത് ഗ്യാസ് കാണത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പം ആർക്കെങ്കിലും ഒരാൾക്കൊരു ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് നമ്മളാണെങ്കിൽ ഗ്യാസ് മാക്സിമം ഒഴിവാക്കിയാണ് ഉപയോഗിക്കുന്നത്. അതാണ് നമ്മൾ ചോറൊക്കെ പബ്ലിക് സ്റ്റൗവിൽ വയ്ക്കുന്നത്. ഇത് ബോട്ടിയാണ്. ബോട്ടി നന്നായി വാഷ് ചെയ്തെടുക്കുകയാണ്. എനിക്ക് ബോട്ടി നന്നായിട്ട് കഴുകണം. നന്നായി വാഷ് ചെയ്തെടുത്തില്ലെങ്കിൽ എനിക്കൊരുമാതിരി എനിക്ക് ആ ഒരു നമ്മൾ എത്ര കഴിയാലും ചില സമയത്താണ് ഒരു ചൊരുക്കുമണം ഉണ്ടാവില്ല. ആ ഒരു ചാണകത്തിന് ഒരുമാതിരി സ്മെല്ല് ഉണ്ടാവില്ല. എനിക്കത് ഇഷ്ടമല്ല ഒട്ടും. അതുകൊണ്ട് ഞാനാണെങ്കിൽ ഒരു 7-8 വെള്ളത്തിനകത്ത് കഴുകിയതിന് ശേഷം പിന്നെ ഉപ്പുമായിട്ടിട്ട് നന്നായിട്ട് ഞെവിടി കഴുകും. നന്നായിട്ട് ആ ഉപ്പും ഇതും കൂടെ കിടന്ന് നന്നായിട്ട് ഒരഞ്ഞ് അതിലുള്ള അഴുക്ക് മൊത്തം ഇറങ്ങി ആ സ്മെല്ല് മാറുന്നവരെ ഞാൻ കഴുകും. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു 5-6 വെള്ളത്തിൽ കഴുകിയതിന് ശേഷം ഉപ്പും വിനാഗിരിയും കൂടെ ഞാനാണെങ്കിൽ ഒഴിച്ചിടും. ഉപ്പും വിനാഗിരിയും കൂടെ ഒഴിച്ച് വെച്ച് കുറച്ച് നേരം അങ്ങനെ വെച്ചിരിക്കും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ വെള്ളത്തിലിട്ട് ആ വെള്ളത്തിൽ നിന്ന് മാറ്റി ഒരു 2 വെള്ളം കഴിയുന്നതിന് ശേഷം വേറെ പാത്രത്തിൽ വെള്ളം വെച്ച് അതിനകത്തോട്ട് ഇട്ടിട്ട് തിളപ്പിച്ച് ആ തിളച്ച് വരുന്ന സമയത്ത് ആ വെള്ളം ഞാനാണെങ്കിൽ കളഞ്ഞതിന് ശേഷം ഇത് മാത്രമായിട്ട് എടുത്ത് വേവിക്കും. അങ്ങനെയാണ് ഞാനെപ്പോഴും കറി വയ്ക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ ബീഫ് വിസിലടിച്ച് കഴിഞ്ഞു. ഇവിടെ ബീഫ് റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളാണെങ്കിൽ അപ്പുറത്തെ സൈഡിൽ ബോട്ടി തിളയ്ക്കാൻ വെച്ചു കേട്ടോ. അപ്പോഴാണ് ഞാൻ കണ്ടത് നമ്മുടെ പ്രിൻസി ആണെങ്കിൽ നമ്മുടെ ഡോറയ്ക്ക് തല നോക്കി കൊടുക്കുന്നത് കേട്ടോ. എങ്ങനെ സുഖിച്ച് മെയ് മറന്ന് ഇങ്ങനെ ഡോറ ഇരിക്കുകയാണ്. നോക്കി എന്ത് സുഖത്തിലാണ് ഡോറ ഇരിക്കുന്നത്, പ്രിൻസി അതുപോലെ നോക്കുന്നത്. അപ്പോൾ നമ്മുടെ ബീഫ് അപ്പുറത്ത് കറി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പുറത്ത് നമ്മളാണെങ്കിൽ നമ്മുടെ ബോട്ടിൽ നിന്നാണ് തിളയ്ക്കാൻ വേണ്ടി വെച്ച് നമ്മുടെ പമ്പ് സ്റ്റൗവിൽ വെച്ചിരിക്കുന്നത് കേട്ടോ. ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ പമ്പ് സ്റ്റൗ വയ്ക്കും. ചോറാണെങ്കിൽ നമ്മൾ പമ്പ് സ്റ്റൗവിൽ വയ്ക്കുന്നത്. അങ്ങനെ നമ്മുടെ ബീഫാണെങ്കിൽ വെന്ത് കഴിഞ്ഞ് ഞാൻ മാറ്റുന്ന സമയത്ത് ആവി അടിച്ചിട്ട് എൻ്റെ കൈ ഒന്ന് പൊള്ളി. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കുക്കറിൻ്റെ അടപ്പിൽ എയർ പോയി എന്ന് വിചാരിച്ചിട്ടാണ് തുറന്നത്. വിസിലൂരി കേട്ടോ. വിസിലൂരി കഴിഞ്ഞപ്പോഴത്തേക്ക് എയറെല്ലാം ഒന്നും ഇല്ലാത്ത രീതിയിൽ കണ്ടു. അടപ്പ് തുറന്ന സമയത്ത് ആവിയെല്ലാം കൂടി പെട്ടെന്ന് എൻ്റെ കൈക്കകത്തോട്ട് അടിച്ചിട്ട് എൻ്റെ കൈ നന്നായിട്ട് പൊള്ളി. ആ കൈയുടെ വീക്കം കണ്ടില്ലേ, കൈ നന്നായിട്ട് പൊള്ളി. ആ ആവി അടിച്ചപ്പോഴേ കൈ അങ്ങ് ഒരുമാതിരിയായി നന്നായിട്ട് പൊള്ളി. ആ പുകച്ചിൽ മാറുന്നില്ല. കുറേ നേരം വെള്ളം ഒഴിച്ച് ഞാൻ കുറേ നേരം ഇരുന്നിട്ട് വെള്ളത്തിൽ പാത്രം ഇട്ട് വെച്ചു. എന്നിട്ടൊന്നും ഒരു മാറ്റവും ഇല്ല, നന്നായിട്ട് പുകയുന്നുണ്ട്. എന്തായാലും പോട്ടെ, ഇതെല്ലാം അടുക്കളയിൽ നടക്കുന്നതാണല്ലോ. നമ്മുടെ അമ്മമാരുടെയും അതുപോലെ തന്നെ നമ്മുടെ ഭാര്യമാരുടെയൊക്കെ കൈ എന്തുമാത്രം ഇങ്ങനെ പൊള്ളിയിട്ടുണ്ടാവില്ലേ. അപ്പോൾ നമ്മുടെ ബീഫ് വെന്തു, അത് ഞാൻ മാറ്റി വെച്ചു. അതിനുശേഷം നമ്മുടെ ബോട്ടി ആണെങ്കിൽ തിളച്ച് വന്നപ്പോൾ ആ വെള്ളം ഊറ്റിയില്ല. ആ ബീഫ് ബോട്ടി അതിനകത്ത് തന്നെ ഇട്ടിരിക്കുകയാണ്, തിളച്ച വെള്ളത്തിൽ തന്നെ ഇടയ്ക്കാണ്. ആ സമയം കൊണ്ട് ഞാനിവിടെ ബീഫ് ചെയ്തത് കണക്ക് തന്നെ ലെയറായിട്ട് ഓരോന്ന് ഇട്ട് കൊടുക്കുകയാണ്. ആദ്യമേ സവാള, അതിനുശേഷം അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്.
അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിളപ്പിച്ച് വെച്ച നമ്മുടെ ബോട്ടി ആണെങ്കിൽ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ബോട്ടി നമ്മൾ ആ ചൂടുവെള്ളത്തിൽ തന്നെ ഇട്ടിരിക്കുന്നത്. അതിനകത്ത് നിന്ന് കന്നാപ്പ വെച്ച് അരിച്ച് ആ പീസ് മാത്രമായിട്ട് എടുത്ത് നമ്മളാണെങ്കിൽ കുക്കറിനകത്ത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് ശേഷം ഞാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മസാലകൾ കാര്യങ്ങളെല്ലാം ചേർക്കുന്നത് ഇതിന് ശേഷമാണ്. അപ്പോൾ ഇത് നമ്മുടെ താണ്ട് ഇവിടുത്തെ ബീഫ് കറി റെഡിയായി. ഞാൻ അത് ഉരുളിയിലിട്ട് കുറച്ചൊന്ന് ചാറ് വറ്റിച്ചെടുത്തു. ആ സമയം കൊണ്ട് നമ്മുടെ ബോട്ടി എന്താ ഇവിടെ വേവുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കറിയും ചോറും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡോറയ്ക്ക് കൊടുത്തിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. ഡോറ എങ്ങനെയുണ്ട്? ബീഫ് കറി വലിയ കുഴപ്പമില്ല, പക്ഷേ മറ്റേന് ഇച്ചിരി പുളിപ്പ് കൂടിപ്പോയി. റോസ്റ്റിന് വിനാഗിരി ഒഴിച്ചതാ. ഇതിന് ഇച്ചിരി പുളിപ്പ്. ഞാൻ അതാ പറഞ്ഞത്, കഴിഞ്ഞ പ്രാവശ്യം വെച്ച ഉണക്ക് വന്നില്ല. പക്ഷെ നമ്മളിവിടെ ബോട്ടി വെച്ച് കഴിഞ്ഞാൽ ബോട്ടിക്കാണെങ്കിൽ ആ ഇതിൻ്റെ സ്മെല്ലൊന്നും ഉണ്ടാകത്തില്ല. ആ രീതിയിലാണ് ഞാൻ എല്ലാം വെക്കുന്നത്. സ്മെല്ലില്ലല്ലോ, ആ ചവയൊന്നുമില്ലല്ലോ. നമ്മൾ ആ രീതിയിലേ വെക്കത്തുള്ളൂ. അതുകൊണ്ടാണ് നന്നായി വാഷ് ചെയ്ത് തിളപ്പിച്ച് ആ വെള്ളം കളഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ കറി വയ്ക്കത്തുള്ളൂ. കൊള്ളാവോ? അപ്പോൾ കൂട്ടുകാരെ, മറ്റൊരു വീഡിയോ വരുന്നവരേക്കും